വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, ഇവിടെ ശ്രീ ഫ്രാൻസിസ് ആൽബർട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ നിയമവിധേയമല്ലാത്ത നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അത് സഭാ നേതൃത്വം തന്നെ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ സർക്കാരിൻ്റെ പിന്തുണയുണ്ട്, ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ട്. ഇവിടെ നേരത്തെ വിനീത് സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഉദ്യോഗസ്ഥ വൃന്ദം ഇതിന് കൂട്ടുനിൽക്കുന്നു. ഇവിടെ ഈ ഒരു മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജാതി മാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു മാഫിയ, ഒരു കോക്കസ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഇതിൽ ഒരു ഭാഗം കൂടിയുണ്ട്, രാഷ്ട്രീയക്കാരും കൂടി സപ്പോർട്ടാണ്. രാഷ്ട്രീയക്കാർ ഈ വിഷയത്തിൽ ശക്തമായ തീരുമാനം എടുക്കില്ല. കാരണം ഇലക്ഷൻ വരുമ്പോൾ അവിടെ ചെന്ന് തിണ്ണയിൽ നിന്ന് തൊഴുത് പോരണവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ തന്നെ പലരെയും ബന്ധപ്പെട്ടിട്ട് ഈ നിമിഷം വരെ ഒരു രാഷ്ട്രീയക്കാരൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല, മന്ത്രിയും പ്രതികരിക്കുന്നില്ല. അതായത് ശ്രീ വിഷ്ണുപുരം, ഇവിടെ ഇടതു മുന്നണി ആയാലും വലതു മുന്നണി ആയിക്കഴിഞ്ഞാലും രണ്ടു കൂട്ടരും ഇതിൽ ഉത്തരവാദികളാണല്ലേ? രണ്ടുപേരും. കാരണം ഉമ്മൻചാണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ആദ്യം നെയ്യാറ്റിങ്കര സെൽവരാജ് ഇലക്ഷൻ നിന്നപ്പോൾ ഒരു ഇലക്ഷൻ ഉത്തരവ് കൊടുത്തുകൊണ്ട് ബിഷപ്പിൻ്റെ കത്തുകൂടി സ്വീകരിച്ചോളാൻ പറഞ്ഞത്. ഇതെല്ലാം ഇലക്ഷൻ ഉത്തരവുകളാണ്. അപ്പം അത് സ്വാഭാവികമായിട്ട് അടുത്ത വരുമ്പോഴും അത് റദ്ദ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നടക്കുന്നത്, ഈ കേരളത്തിൽ ഏകദേശം ഒരു 5000-ലധികം ആളുകൾ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി ലാത്തിൻ കത്തോലിക്കക്കാരന് കിട്ടേണ്ട സംവരണം നാടാർ ഭാഗം തട്ടിയെടുത്ത് ജോലികളിൽ സുഖമായിട്ടിരിക്കുകയാണ്. അതിൽ താലൂക്ക് ഓഫീസറും തഹസിൽദാരും വില്ലേജ് ഓഫീസർ, പോലീസ് ഓഫീസർ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ കൃത്രിമമായിട്ട് പോയിരിക്കുകയാണ്. ഒരു കുറ്റത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് DGPക്ക് കൊടുത്തിട്ടും അത് കുറ്റം വലുതായിരുന്നിട്ട് ഇതുവരെ FIR ഇട്ടില്ല എന്നുള്ളത് വച്ച് തന്നെ നോക്കാം അവരുടെ ശക്തി എത്രയാണ്. അവരെ താങ്ങി നിൽക്കുന്ന രാഷ്ട്രീയക്കാരും മറ്റുമാണ് ഇവിടെ ഉള്ളത്. അതായത് DGPക്ക് അടക്കം പരാതി നൽകിയിട്ടും ഒരു ഇടപെടലും ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല, അല്ലേ? ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് നടക്കുന്ന ഒരു ഇതാണ്. ഏകദേശം നെയ്യാറ്റിങ്കര രൂപതയുടെ കീഴിൽ അവർ പറയണത് 2.5 ലക്ഷം പേരെ മാറ്റിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ സെൻസസിൽ 2.5 ലക്ഷം പേരെ അവർക്ക് കൂടുതൽ കിട്ടും. അത് വെച്ച് അവർ കോളേജ് വാങ്ങിക്കും. അത് അവരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് അവർ സ്ഥാനാർത്ഥികളെ എണ്ണം കൂട്ടും. അങ്ങനെ ഒരു പറ്റിപ്പല്ലേ, അതിൻ്റെ ഒരു ഗൂഢാലോചന നടക്കുന്നത്. അത് ബിഷപ്പ് ഹൗസ്, ഞാൻ ക്രിസ്ത്യാനിക്കൊന്നും വരില്ല, ഞാനും ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ഉള്ളതാണ്, അതുകൊണ്ട് ഇതിനൊന്നും എതിരല്ല. പക്ഷെ അതിനകത്ത് നടക്കുന്നത് തനി കൊള്ളയാണ്. അതായത് പണം എറിഞ്ഞുകൊണ്ടുള്ള ഒരു മതം മാറ്റം, ഒരു ജാതി മാറ്റം, അത്തരത്തിലുള്ള ഒരു കൊള്ളയാണ് നടക്കുന്നത്, അല്ലേ? അല്ല, സ്പഷ്ടമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു ജാതിയിൽ നിന്ന് നാടാ, അവർ ഹിന്ദുവിന് 1% ഉള്ളൂ, നീ വാ, നിനക്ക് 4% നിൻ്റെ കുട്ടികളെ ജോലി കിട്ടിട്ടെന്ന് പറഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റ് ഇപ്പോഴും തന്നെ 2 ലക്ഷത്തോളം പേര് ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നു ഒരാഴ്ചക്കകത്ത്. അത് പറഞ്ഞിരിക്കണം എന്തെന്നറിയോ, അതിൽ ബിഷപ്പിന് കത്ത് കൊടുക്കാനുള്ള അധികാരം കൊടുക്കണമെന്നാണ് ഈ ആളുകളെ കൊണ്ട് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ബിഷപ്പ് PSC ടെസ്റ്റ് എഴുതി വില്ലേജ് ഓഫീസറോ തഹസിൽദാരായാൽ പോരെ, അല്ലാതെ ഈ ആളുകളെ ഒപ്പിട്ട് എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത പാവങ്ങളെ കൊണ്ട് ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് കൊണ്ട് കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഇത് ഒരു ചെറിയ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു പോലീസ് ഓഫീസറിനോട് പറഞ്ഞാൽ അപ്പോഴേ FIR എടുക്കും. ഇത് രേഖസഹിതം എന്തെങ്കിലുമല്ല പറയുന്നത്, റിട്ടൺ രേഖസഹിതം ഈ ആഗസ്റ്റ് മാസം 5-ാം തീയതി ഇറക്കിയ ഉത്തരവ് ഉൾപ്പെടെ കൊടുത്തിട്ട് ഇതുവരെ പോലീസ് അനങ്ങിയിട്ടില്ല, ഈ സെക്കൻഡ് വരെ. അപ്പോൾ അവർക്ക് ചെയ്യണ തെറ്റാണെന്ന് പറയാൻ ആരുമില്ല. എല്ലാ ഇലക്ഷനുകളിലും മാറി വന്നവർക്ക് 3 പാർട്ടിക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആർക്കും കൊടുക്കാത്ത പാർട്ടികളാണ് ഈ നെയ്യാറ്റിങ്കര രൂപതക്കാർ. എനിക്കറിയാം. 3 വരെയും തൊഴും, 3 വരിക്കും കൊടുക്കും, 3 വരിക്കും കുരിശും വരച്ചു കൊടുക്കും, 3 വരിക്കും കോവിയാണ്. എന്നാലും ആളുകൾക്ക് സംശയമാണ് ഇവരെല്ലാം സഹായിക്കണം എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് പറയാത്തതിന് കാര്യം, ഇനിയിപ്പോൾ ഇലക്ഷൻ വരെയാണ്. ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ അവർക്കെതിരെ ഇലക്ഷൻ വരുമ്പോൾ ഒരു ആപ്പടിയുണ്ട് ഇവർക്ക്. അവിടെ നിന്നൊരു ഇടയലേഖനം, ഒരു ഞായറാഴ്ച ഒരു വായന, വിശ്വാസിയല്ലാത്തവന് വോട്ട് കൊടുക്കരുതെന്നോ അങ്ങനെ എന്തെങ്കിലുമാണ്. അപ്പോൾ ഇത് വ്യാപകമായിട്ടൊരു പറ്റിപ്പ് അവിടെ നടക്കുകയാണ്. ആ പറ്റിപ്പിൻ്റെ കേന്ദ്രം നെയ്യാറ്റിങ്കര ബിഷപ്പ് ഹൗസാണ്. ആ ബിഷപ്പിനെ കയ്യാമം വെച്ച് മുമ്പിൽ കൊണ്ടുവരാൻ ഏത് സർക്കാരായാലും തയ്യാറാകണം. അല്ലെങ്കിൽ ഇത് ഏതറ്റം വരെയും പോയി NIA അന്വേഷണം വേണം. ആയിരക്കണക്കിന് ആളുകളെ ഇത്തരത്തിൽ ജാതി മാറ്റുന്നത്, പ്രലോഭിച്ച് മതം മാറ്റുന്നത് കുറ്റകരമല്ലേ? അല്ല, ഇവിടെ ഇത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കേന്ദ്രത്തിനെ സമീപിച്ചായിരുന്നാലും ഇവർക്ക് ഈ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട.